കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടെങ്കിൽ നാജിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് പോയി എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണക്ക് ഭർത്താവ് തിരിച്ചു വന്നു, ഞങ്ങൾക്ക് അമ്മ ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പിന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നാജിലുണ്ടെങ്കിൽ പിന്നെ ഗർഭിണിയായി എന്നുള്ള രീതിയിലാണ്. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇത് കണക്ക് ഷാൻ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പറ്റിയുള്ള വലിയൊരു അബദ്ധമാണ് ഇത് കണക്ക് പിന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതെന്നുള്ളത് കാര്യമാണ്. ഇപ്പോൾ നാജിലയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അഞ്ചാമത്തെ കല്യാണമാണ്, അതും ഉണ്ടെങ്കിൽ മുടങ്ങി എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാവുന്നത്. ഇത് കണക്ക് ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി. അവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്താലും അത് ഭയങ്കരമായിട്ട് വ്ളോഗായിട്ടും വീഡിയോസ് ആയിട്ടും എപ്പോഴും എടുത്തിട്ടുണ്ടേ ഇരിക്കുമായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത് കണക്കുണ്ടെങ്കിൽ ഫാമിലിയായിട്ട് പ്രശ്നമുണ്ട്, ഭർത്താവിൻ്റെ ഫാമിലിയായിട്ട് പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മാറ്റി പറയാണ്, ഇപ്പോൾ ഭർത്താവുമായിട്ട് മാത്രമേ പ്രശ്നമുള്ളൂ, ഭർത്താവിൻ്റെ വീട്ടുകാർ നല്ലവരാണ്, അവരുണ്ടെങ്കിൽ എപ്പോഴും കൂടെ നിൽക്കുന്നുണ്ട്, സപ്പോർട്ടാണ് ഭയങ്കര. ഭർത്താവ് ഉണ്ടെങ്കിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി, തനിക്ക് ഏറ്റവും പറ്റിയ ഒരു അബദ്ധമായി പോയി. ഇങ്ങനത്തെ ഉള്ളത് ജീവിതം തിരഞ്ഞെടുത്തത് തൻ്റെ അവസാന ജീവിതം ഇതാണെന്നുള്ളൊരു പ്രശ്നമായി മാറുമെന്ന് താൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു നാജില ഉണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്.